Assalamualaikum. Welcome to Ayruz Food and Craft. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വെജ് കുറുമയാണ് ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. കുറുമ തന്നെ പല വിധത്തിലുണ്ട്. വെജ് കുറുമ, എഗ് കുറുമ, മട്ടൻ കുറുമ, അങ്ങനെ പല വിധത്തിലുള്ള കുറുമകളുണ്ട്. ഇതിപ്പം നമ്മളുടെ എല്ലാ വെജിറ്റബിൾസും കൂടി ചേർന്നിട്ടുള്ള ഒരു കുറുമയാണ് വെജ് കുറുമ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായി ഞാനിപ്പോൾ ഒരു സവാള ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 ബീൻസ്, ഒരു ക്യാരറ്റ്, ഒരു വലിയ ഒരു ഉരുളക്കിഴങ്ങ്, ചെറിയ ഒരു തക്കാളി, ഇതെല്ലാം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം. ഞാനിതിപ്പോൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. എല്ലാ വെജിറ്റബിൾസും ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ തക്കാളി മാത്രം ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. തക്കാളി ഇതിൻ്റെ അകത്ത് ഇപ്പം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് വെന്തുടയും. ഞാനിതിലേക്കൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം ഇതിൽ ഒരുപാട് വെള്ളം വേണ്ട, നല്ല കുറുകിയാണ് ഇത് കിട്ടേണ്ടത്. ഞാനൊരു അല്പം ഉപ്പ് കൂടി ചേർത്തിത് ഒരു വിസിൽ കേൾക്കുന്നിടം വരെ നമുക്കിത് വേവിച്ചെടുക്കുക. ഇതിനായിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളി ഒരു 3-4 കഷ്ണം ചെറിയുള്ളി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇടുക. ഇതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2 പച്ചമുളക്, വലിയ 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കട്ട് ചെയ്തിടുക. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് വേണം പച്ചമുളക് എടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിന് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. കുറുമയെന്ന് പറയുമ്പോഴത്തേക്ക് ഓവർ എരിവ് പാടില്ല. ആ ഒരു മീഡിയം ലെവലിലാണ് നമുക്കിത് കിട്ടേണ്ടത്. പിന്നെ ഇതിലേക്കൊരു അല്പം കറിവേപ്പില കൂടി ഇടുന്നു. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നില്ല, അതിന് പകരമാണ് വലിയ 2 പച്ചമുളക് ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് കാഷ്നട്ട് ഒരു 7-8 പീസ് കാഷ്നട്ട് ഇട്ടിട്ടുണ്ട്. കാഷ്നട്ടിലാണ് നമുക്കിതിന്റെ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പെരിഞ്ജീരകം, ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 പൊടിപ്പട്ട, 2 ചെറിയ ഏലക്ക. ഇത്രയാണ് അരപ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മുടെ അരപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിസിൽ അടിച്ചു. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വറ്റൽ മുളക്, കറിവേപ്പില. ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല കുറുകുറ വന്നിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ചപ്പാത്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കുറുമയുടെ കൂടെ ചപ്പാത്തി, ഇടിയപ്പം, പൊറോട്ട, പൂരി, ഇതെല്ലാം വളരെ കോമ്പിനേഷനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക.
ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നിടം വരെ താങ്ക് യു.